നവാസ് അതിനൊരു മറുപടി പറയണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ BJP ആയാലും CPM ആയാലും പറയുന്നൊരു കാര്യമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയാൽ നിയന്ത്രിക്കപ്പെടുന്ന മുസ്ലിം ലീഗ്. അതിനൊരു മറുപടി പറയണം. കാരണം ഇപ്പോൾ ജമാഅത്ത് പൂർണ്ണമായും പിടിച്ചടക്കിയിരിക്കുന്നു ലീഗ് എന്നുള്ളത്. അതിൽ തന്നെ സമസ്തയ്ക്കൊരു വിഭാഗത്തിന് അതിൽ നിങ്ങളുടെ എതിർപ്പുമുണ്ട്. ഒന്ന് ആദ്യമായി സന്ദീപ് വാര്യയുടെ കടന്നുവരവ് ന്യൂനപക്ഷ സമൂഹത്തിന് ഏതെങ്കിലും ആശങ്കയുണ്ടാക്കിയെന്നാണ് ഞാൻ വിഷ്ണുവേട്ടൻ പറഞ്ഞ വാചകത്തെ അടിവരയിടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാൽ സാഹിബും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ തന്നെ സ്വാഗതം ചെയ്യുന്നൊരു ഘട്ടമുണ്ടായത്. രണ്ടാമത്, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണമാണ് ജമാഅത്തെ ഇസ്ലാമിയെയും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ചേർത്ത് വെച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ വിഷലിപ്തമായ പ്രയോഗങ്ങൾ നടത്തുന്ന RSSന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു വിഷപ്പാമ്പിനെ പോലെയാണ് പിണറായി വിജയൻ എന്നത്തെ പ്രസ്താവനയെ ഞങ്ങൾ കാണുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, പ്രത്യേകിച്ച് കൃത്യമായി പറഞ്ഞാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ ആവാൻ വേണ്ടി സ്വയം ശ്രമിച്ചു പിണറായി വിജയൻ. അതിൽ ഭൂരിപക്ഷ സമുദായമോ ന്യൂനപക്ഷ സമുദായം വിശ്വസിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ന്യൂനപക്ഷ സമുദായത്തെ പാടെ തള്ളുകയാണ് ഒരു മുഖ്യമന്ത്രി. നിരന്തരമായി അവരെ കേന്ദ്രീകരിച്ചുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്യന്തം അപകടകരമാണ്. ഇത് BJPക്ക് വളം വെച്ച് കൊടുക്കുന്ന ഒരു സമീപനമാണ്. ഇന്ന് നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ സുരേന്ദ്രൻ പറഞ്ഞൊരു പ്രസ്താവന ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കേരളത്തിൽ 2 സമുദായങ്ങൾ ചേർന്നാൽ 73% ഒരു സമുദായം മാത്രം 27%. അപ്പോൾ 27-നെതിരെ 73 ഒരു മത്സരമാണ് എന്നൊരു ഇക്വേഷനെ കുറിച്ച് ഇവിടുന്ന് സുരേന്ദ്രൻ നിങ്ങളുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞു. പിണറായി വിജയൻ ആ ഇക്വേഷന് സോൾവ് ചെയ്യാനുള്ള കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനാധിപത്യ മനസ്സുകൾ കൃത്യമായ ബോധ്യമുണ്ട്. ഇതെല്ലാം കേട്ടറിയുന്ന ജനങ്ങൾ അതിനെതിരെയുള്ള ഒരു വലിയ പ്രതിരോധമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിലൂടെ നടത്തുക എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന അതിനുള്ള മറുപടി അല്ല, അത് കേരളത്തിൽ പറയുന്ന ആർക്കും അറിയാവുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് പിടിക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു പാർട്ടി അല്ലല്ലോ ലീഗ്. ലീഗിൻ്റെ വലിപ്പം എത്രയാണ്, അതിൻ്റെ നിലപാടുകൾ എത്രയാണ്, അത് രാഷ്ട്രീയമായി എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കുന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. പിന്നെ പിണറായി വിജയനെ പോലത്തെ ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവാസ്തവമായ കാര്യങ്ങൾ വിളിച്ചു പറയാണ്. കേരളത്തിന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രസ്താവന നടത്തുമ്പോൾ അതിന് ഉതകുന്ന രൂപത്തിലേക്കൊരു തെളിവ് മുന്നോട്ട് വെക്കാൻ വേണ്ടി കഴിയണം. അപ്പോൾ അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങുന്ന ഗോൾഡിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ടാകുന്നു, കേസുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുണ്ടാകും. ഇതൊക്കെ നിരന്തരമായി നേരത്തെ പറഞ്ഞ ഒരു സമൂഹത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അതൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം രാഷ്ട്രീയമായ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകാൻ ആസൂത്രിതമായ അദ്ദേഹത്തിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണ്. ദുർബലമാണ് അത്തരം വാദങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിക്ക് പിടിച്ചു കെട്ടാൻ കഴിയുന്ന ഒന്നാണ് ലീഗ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ഒരാൾ വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. SDP-യുടെ വോട്ട് വേണ്ടെന്ന് എന്തുകൊണ്ടാണ് പറയാത്തത് VD സതീശൻ? എന്താണ് SDP-യുടെ വോട്ട് വേണ്ട എന്ന് ആർജവത്തോടെ പറയാൻ VD സതീശൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ പറയേണ്ട സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് SDP-യോ ലീഗോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളോ ഓരോ പാർട്ടികളുണ്ടല്ലോ, അവരുടെ ആ പാർട്ടികളാണ് അവരുടെ നിലപാടുകൾ പറയുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടല്ലോ, ഞങ്ങൾ പറയും. കൊട്ടിക്കലാശത്തിലേക്ക് എത്തി. SDP ലഘുലേഖകൾ വിതരണം ചെയ്യാണ്. അത് കോൺഗ്രസ് അടിച്ചിറക്കുന്ന ലഘുലേഖകളാണ് പള്ളികളിൽ വിതരണം ചെയ്യുന്നതാണ് CPIM-ന്റെ ആരോപണം. ഞങ്ങൾ കേസ് കൊടുക്കും അങ്ങനെ വല്ലതും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു. ആര് പറഞ്ഞു? DYFIയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞു. സുരേന്ദ്രനും പറഞ്ഞു, രണ്ടുപേരും ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. ഇവരാരെങ്കിലും ഒരാൾ പറഞ്ഞ പോരെ, ഒരേ കാര്യം അല്ല. ഇതിനുള്ള മറുപടിയും വോട്ട് വേണ്ടെന്ന് പറയുന്നില്ല. അതേന്ന് ഞാൻ പറയട്ടെ, ഞങ്ങൾ ഈ ചർച്ചയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. അതായത് ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം, ഞങ്ങൾ ഈ രൂപത്തിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരുടെ പേരിൽ കോൺഗ്രസ് ലഘുലേഖ അടിച്ച് ആരാധനാലയങ്ങളിൽ കൊടുത്തെന്ന് ഇനി ആരെങ്കിലും പറഞ്ഞത്, ഞങ്ങളുടെ ഇപ്പം പറഞ്ഞതോ ഇനി പറഞ്ഞതോ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കും. അതെ, റിപ്പോർട്ടറിൻ്റെ തന്നെ ക്ലിപ്പ് വെച്ച് ഞങ്ങൾ പരാതി കൊടുക്കും. പിന്നെന്താ കുഴപ്പം? ഇവിടെ വെച്ച് പറയാം, ഇന്ന് തന്നെ കൊടുക്കും. ഞങ്ങൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ഒരു തെരഞ്ഞെടുപ്പ്, അതെന്താണെന്നറിയോ, ഈ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ്. അപ്പൊ ഞങ്ങൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം അതും അതിൽ തെറ്റാണ്. അപ്പൊ ഇത് രണ്ടും ഞങ്ങൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം. കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് ആണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞവർക്കെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും. ഈ ഞാനൊരു കാര്യം നിങ്ങൾ ഇത്രയും ചോദിക്കുന്നുണ്ട് പറയാം, എനിക്കൊരു പ്ലാറ്റ്ഫോം കൂടെ കിട്ടിയതുകൊണ്ട് പറയുകയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഇപ്പോൾ നവാസ് നേരത്തെ പറഞ്ഞു, പാർലമെന്റ് ഇലക്ഷൻ വരെ ഒരു ലൈൻ എടുത്തു, എക്സ്ട്രീം ഒരു കുറേ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തോറ്റപ്പോഴത്തേക്കും നേരെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ദയനീയ 3-ാം സ്ഥാനമായിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി വേറെ എന്ത് നിലപാടെടുക്കും? CPM-ഉം പിണറായി വിജയനും ഈ ദയനീയ 3-ാം സ്ഥാനമാണ് അവരെ കാത്തിരിക്കുന്നത്. അപ്പോൾ പാർലമെന്റ് ഇലക്ഷന് മുമ്പെടുത്ത നിലപാട്, ഈ പാർലമെന്റ് ഇലക്ഷനും ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഇടയിലെടുത്ത നിലപാട്, ഇനി എന്ത് പറയും? പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങളിപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് പോകുമ്പോൾ
നമ്മളിപ്പോൾ പറയുന്നതും ചർച്ച ചെയ്യുന്നതുമായ കാര്യത്തിന് അപ്പുറത്തും ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പെൻഷൻകാരെ കണ്ടു, വീട് കയറുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. ഏത്? സർവീസ് പെൻഷൻകാർ. സാമൂഹ്യ പെൻഷൻകാർ മാത്രമല്ല, അവർക്ക് അവരുടെ ശമ്പള പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാതെയായിട്ട് അത് കിട്ടാതെ 2 ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടു പോയി. യഥാർത്ഥ സമയത്ത് കൊടുത്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നവരാണ്. അത് KSRTCയിലെ പെൻഷൻകാർ, അവർക്കാണെങ്കിൽ പെൻഷൻ ഇല്ല. ഈ സാമൂഹ്യ പെൻഷനാണെങ്കിൽ 5 മാസം 8000 രൂപ കുടിശ്ശികയാണ്. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് 7-ാം നമ്പർ ബൂത്തിൽ ഭവന സന്ദർശനം നടത്തുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നിർമ്മാണ തൊഴിലാളികളുള്ള ഒരു മേഖലയാണ്. 16 മാസമായി കേരളത്തിൽ നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ കിട്ടിയിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവരുടെ ഗവൺമെൻറ്റിന് അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ആഗ്രഹിച്ചു എന്നിരിക്കട്ടെ, നിർമ്മാണ തൊഴിലാളിക്ക് ഇവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പറ്റുമോ? സർക്കാർ ജീവനക്കാരന് പറ്റുമോ? PSC റാങ്ക് ഹോൾഡേഴ്സിന് പറ്റുമോ? നെല്ല് സംഭരണത്തിൻ്റെ വില തീരുമാനിച്ചിട്ടില്ല ഈ വർഷം ഇതുവരെ. പാലക്കാട് അസംബ്ലിയിലാണ് ഇലക്ഷൻ നടക്കുന്നത്. നെൽകർഷകന് ഇവർക്ക് വോട്ട് ചെയ്യാൻ പാകത്തിൽ എന്തെങ്കിലും ഉണ്ടോ? 2 സർക്കാരുകളുണ്ട്, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും. 108 രൂപയാണ് പെട്രോളിന് പാലക്കാട്ടെ വില, സവാളയ്ക്ക് 100 രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ ഇവർ ട്രോളി, സ്പിരിറ്റ്, കത്ത്, കുത്തു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ മാറ്റം ഉണ്ടാക്കാനും മേളിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വരുത്താനേ പറ്റത്തുള്ളൂ. താഴെ നോക്കൂ, കണ്ണൂരടക്കം 1 ലക്ഷത്തിന് വോട്ടിന് മുകളിൽ വോട്ടിൽ അവർ പരാജയപ്പെട്ടത് ഭരണവിരുദ്ധ വികാരം കൊണ്ട് തന്നെയാണ്. ആ ഭരണവിരുദ്ധ വികാരം ടോപ്പിലാണ്. പാലക്കാട്ടേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പാണ് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായത്, പൂരം കലക്കൽ വിവാദം ഉണ്ടായത്, മറ്റേ ഓസബളകെ കണ്ട വിവാദം ഉണ്ടായത്, അൻവർ നടത്തി അവരുടെ കൂട്ടത്തിൽ നിന്ന് ആൾ നടത്തിയ ആരോപണങ്ങളുള്ളത്. ഇതെല്ലാം ഇവിടെ തന്നെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എവിടെയും പോയിട്ടൊന്നുമില്ല.